നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. പൊന്നമ്പലം മേട്ടിലെ മകരജ്യോതി ദർശനത്തിനായി ശബരിമല സന്നിധാനവും പരിസരവും ഒരുങ്ങി. തിരുവാഭരണ ഘോഷയാത്ര 6 മണിയോടെ സന്നിധാനത്തെത്തും. തുടർന്ന് ദീപാരാധനയും പൊന്നമ്പലം മേട്ടിൽ വിളക്കും തെളിയും. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും ഭക്തജന പ്രവാഹമാണ്. ഭക്തർ മലയിറങ്ങാതെ സന്നിധാനത്ത് തുടരുകയാണ്. 1.5 ലക്ഷങ്ങളിൽ അധികം ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് മാത്രം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മകരജ്യോതി ദർശനത്തിനായി 10 വ്യൂ പോയിന്റുകൾ ഉണ്ട്. അതേസമയം മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള മകരസംക്രമ പൂജ പുലർച്ചെ 2:45 നടന്നു. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു പൂജ. മകരവിളക്ക് ദർശനത്തിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പുല്ലുമേടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പുല്ലുമേടിന് പുറമെ പുരന്തംപാറ, പഞ്ചാലിമേട് എന്നിവിടങ്ങളിലും ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 8 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1400 പോലീസുകാരെ ജില്ലയിൽ വിവിധ ഭാഗത്ത് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. പുല്ലുമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സന്ത്രം, കാനനപാത, വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങൾ വഴി പുല്ലുമേട്ടിലേക്ക് ഉച്ചയ്ക്ക് 2 വരെ മാത്രമേ ആളുകളെ കടത്തിവിടുകയുള്ളൂ. മകരവിളക്ക് കണ്ട ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ഭക്തരെ അനുവദിക്കും. പൊന്നമ്പലം മേട്ടിലെ മകരജ്യോതി ദർശനത്തിനായി നിരവധി ആളുകളാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അവസാനഘട്ട വിലയിരുത്തലുകളും നടത്തി. മകരജ്യോതി ദർശനത്തിനായി 10 പോയിന്റുകളാണുള്ളത്. ഇവിടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5-നാണ് നട തുറക്കുക. 5:30 ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കും. 6:15 കൊടിമര ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, മെമ്പർമാരായ അഡ്വക്കേറ്റ് A അജികുമാർ, G സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. ശ്രീകോവിലിന് മുന്നിലെത്തുന്ന പേടകം തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലേക്ക് ആനയിക്കും. 6:30 തിരുവാഭരണം ചാർത്തി ദീപാരാധനയുണ്ടാകും. തുടർന്ന് നട തുറക്കുമ്പോൾ പൊന്നമ്പലം മേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും തെളിയുന്നതോടെ സർവാഭരണ വിഭൂഷിയായ അയ്യപ്പ സ്വാമിയുടെ പുണ്യ ദർശനം ലഭിക്കും. രാത്രി 10 മണിക്ക് മണിമണ്ഡപത്തിൽ കളമെഴുത്ത്. തുടർന്ന് 18-ാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പ സ്വാമിയുടെ എഴുന്നള്ളപ്പും നായാട്ട് വിളിയും ഉണ്ടാകും. 18 വരെ തിരുവാഭരണ ഭൂഷണനായ അയ്യപ്പ സ്വാമിയെ ദർശിക്കാം. നെയ്യഭിഷേകം 19 വരെ മാത്രം. 19-ന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത്. 20-ന് രാത്രി 10:30 മാളികപ്പുറം സന്നിധിയിൽ വലിയ ഗുരുസി. 20-ന് രാത്രി ഹരിവരാസനം വരെ ഭക്തർക്ക് ദർശനം. 21-ന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ച് എഴുന്നള്ളിക്കും. തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരിമല ദർശനം നടത്തിയ ശേഷം ഭസ്മവിഭൂഷിതനായ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ച അയ്യപ്പ സ്വാമിയെ യോഗനിദ്രയിലാക്കും. തുടർന്ന് ശ്രീകോവിൽ നടയടയ്ക്കും.